വസന്ത് ഏത് മതവിശ്വാസമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഹിന്ദു മതത്തിൽ നിങ്ങളൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ പോലും അയാൾക്ക് ഡിവോട്ടി ആവാം, നിരീശ്വരനായിക്കൊണ്ട് ഡിവോട്ടി ആവാം, ഒരു മതവും ഫോളോ ചെയ്തിലും ഡിവോട്ടി ആവാം. പറ്റില്ല. എന്താ പറ്റില്ലാതെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ക്രിസ്ത്യൻ വിശ്വാസിയാണ്, അജിംസ് മുസ്ലിം വിശ്വാസിയാണ് എന്നാ ഞാൻ വിശ്വസിക്കുക. നമ്മൾ രണ്ടുപേരും നാളെ സ്വമേധയാ റിലീജിയൻ ഇല്ല നമുക്ക് എന്ന് പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്ത് നമ്മൾ നാളെ തൊട്ട് മതമില്ലാത്തവരാവും, എത്തയിസ്റ്റുകളാവും. നമുക്ക് മതം വേണം, നിരീശ്വരവാദികളാവണമെന്നില്ല, മതം ഉപേക്ഷിച്ചവരാവും. ആ മതം ഉപേക്ഷിച്ചു എന്ന് സ്വയം ഡിക്ലെയർ ചെയ്യുന്ന ഒരാൾ ഒരു കാരണവശാലും ഡിവോട്ടിയോ വിശ്വാസിയോ ആവില്ല. അത് ഹിന്ദു മതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കുംഭമേളയ്ക്ക് ഇവിടെ നിന്ന് യുക്തിവാദികൾ ബസ് വിളിച്ച് ടൂറായിട്ട് പോകുന്ന രാജ്യമാണിത്. യുക്തിവാദി അത് ഞാൻ സമ്മതിച്ചെന്നേ. പക്ഷെ അവിടെ നിയമത്തിന്റെ മുമ്പിലത്തെ കാര്യം കൺവെൻഷൻ എത്രയോ പേര് വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ വസന്തിന് ധാരണയില്ലാത്തത് കൊണ്ടാണ്. വസന്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, RSSന്റെ ഐഡിയോളജി എഴുതി ഉണ്ടാക്കിയ VR സവർക്കർ അദ്ദേഹം ഒരു എത്തിസ്റ്റ് ആയിരുന്നു. ശ്രീ അജിംസ്, ഞാൻ അങ്ങോട്ട് വളരെ കൃത്യമായി പറഞ്ഞു, RSS ഐഡിയോളജി എഴുതി ഉണ്ടാക്കിയ ഇത് ഹിന്ദുത്വം എഴുതി വെച്ച സവർക്കർ എത്തയിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയാണ് പ്രശ്നം. അവിടെ നിയമത്തിന്റെ ഒരു ബാരിക്കേഡ് ഉണ്ട്. ആ ബാരിക്കേഡ് കൃത്യമായി പറയുന്നത് വിശ്വാസിയായ സ്ത്രീ വന്നാൽ പ്രവേശിപ്പിക്കാമെന്നുള്ളതാണ്. അതിനപ്പുറത്ത് സർക്കാർ ഒരു അനാവശ്യമായ തിടുക്കം ആ വിഷയത്തിൽ കാണിച്ചു എന്നത് തന്നെയാണ് നിലപാട്. അവിടെ എന്താ പ്രശ്നമെന്ന് അറിയാമോ? ഇപ്പൊ അജിംസ് പോലും തള്ളിക്കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോ ഈ സംസ്ഥാനത്തെ ഒരു മൂന്നാമത്തെ കക്ഷിയെ BJP വളർന്നു വന്നെങ്കിൽ അത് ശബരിമല സമരത്തിന്റെ മണ്ണിലാണ് അവർ വളർന്നത് എന്നതിൽ നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ കേരള രാഷ്ട്രീയത്തിൽ യാതൊരു സ്പേസും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ പക്ഷേ ഈ നിലപാടായിരുന്നില്ല രാഹുൽ ഗാന്ധിക്ക്. ശ്രീ അവസരം ഉണ്ടാക്കി കൊടുത്തു. രാഹുൽ ഗാന്ധിക്ക് നിലപാടേ ആയിരുന്നില്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിച്ചതാണ്. കടകംപള്ളി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ നിലപാടെന്നായിരുന്നു, അതുകൂടി പറയൂ. അപ്പോ വളരെ കൃത്യമായ ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടടക്കം ഞാൻ പറയാം, ഞാൻ അതിൽ നിന്നൊന്നും സ്കിപ്പ് ആവില്ല. നോക്കൂ, ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് CWC കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് ഒരു വിഷയത്തിൽ നിലപാടെടുക്കുക എന്നുള്ളതാണ്. ആ CWC ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വെൻ കോൺഗ്രസ് വാസ് ഇൻ പവർ, രണ്ടിടത്തും ഈ കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് എന്താ? അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിനെ തിരുത്തിക്കൊണ്ട് അങ്ങനെയല്ല, ശബരിമലയിലുള്ളത് സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയമല്ല, റൈറ്റ് ടു ഇക്വാലിറ്റി അട്രാക്ട് ചെയ്യില്ല, അവിടെ യുവതീ പ്രവേശനമാണ് പ്രശ്നമായി നിൽക്കുന്നത്, അത് റൈറ്റ് ടു ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടില്ല എന്ന് വളരെ കൃത്യമായി എന്താണ് അവിടുത്തെ നിയമ പ്രശ്നമെന്ന് കൃത്യമായ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോ കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തതാണ് കൃത്യമായ നിലപാട്. അതിനെ തിരുത്തിയാണ് അങ്ങനെയല്ല, അവിടെ ഉള്ളത് സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയമാണ് എന്ന കണക്കിന് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ എവിടെയാ പ്രശ്നം? ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ബിന്ദു അമ്മണിക്കോ കനകദുർഗയ്ക്കോ ഇനി പോട്ടെ, വേറെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വിശ്വാസി അവിശ്വാസിയോ ആയിക്കോട്ടെ, അവർക്ക് സർക്കാരിനെ ഇപ്പോ സമീപിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് യുവതികളായ സ്ത്രീകൾ വരേണ്ടതില്ല എന്ന് പത്തനംതിട്ട SP-ക്ക് സർക്കുലർ പുറപ്പെടുവിക്കേണ്ടി വരുന്നത്? സർക്കാരിന്റെ നിലപാട് പറയാതെയാണോ പോലീസ് അങ്ങനെ ഒരു സർക്കുലർ വെളിയിൽ വിടുന്നത്? യുവതികളായ സ്ത്രീകൾ നോട്ട് വെൽക്കംഡ് ടു ശബരിമല എന്നൊരു സർക്കുലർ പുറത്തുവിടുന്നതിന്റെ ആവശ്യകത എന്താ? ഇപ്പൊ നാളെ രാവിലെ ഇവരിപ്പോ നിലപാട് തിരുത്താൻ പോകുന്നു. നിലപാട് തിരുത്തണം, അത് സുപ്രീം കോടതി അംഗീകരിക്കണം, വിധി വരണം. ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ടൈമിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചാൽ, ഇപ്പൊ മത്സ്യം തില്ലങ്കേരി അല്ലല്ലോ തൽക്കാലം ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി, ഇദ്ദേഹം തന്നെയാണല്ലോ, അയാളെ സമീപിച്ചാൽ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ ഇല്ലയോ? അതിന്റെ ഉത്തരം പറയട്ടെ. അവിടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഒരു U-turn എടുത്തിട്ടുണ്ട്. രണ്ട്